നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്, അങ്ങ് ചിരിക്കരുത് പ്ലീസ്. എന്തിനും ഒരു പരിധിയിലേക്ക് ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അങ്ങ് ഉടനെ TP കയറി പിടിച്ച് അതിൽ പിടിച്ച അങ്ങ് കേറല്ലേ. നമ്മൾ രാഷ്ട്രീയം പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെയാണ്. ഓ, അപ്പം അങ്ങക്ക് ബോധം വന്നല്ലോ, ഇപ്പൊ വെളിവ് വന്നല്ലോ. ഓ, നിങ്ങളോട് വിളിപ്പോടുവിനുണ്ട് കൃഷ്ണൻ, ഞാൻ തീറ്റ അങ്ങനെ ഇപ്പൊ വേണ്ട. നിങ്ങൾക്ക് വെളിവ് വന്നല്ലോ. അച്ഛനോടൊരു ചോദ്യം ചോദിക്കുന്നു. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? വെളിവ് വന്നല്ലോ, ഞാൻ പറയാം. അങ്ങൊരു CPM സംസ്ഥാന സമിതി എന്തോ അല്ലേ, ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കല്ലേ സാറേ. നിന്റെ ഈ സാറ് വിളി, നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി, സന്തോഷം. എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാക്കിയത് നിങ്ങളാരുമല്ല, മാധ്യമങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. അങ്ങ് ചിരിക്കരുത്. നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന്റെ മുന്നിലാണ്. നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്, അങ്ങ് ചിരിക്കരുത് പ്ലീസ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഏത് പാർട്ടിയാണോ സെൻസിറ്റീവ് ആവും ശിവകുമാർ, കുറച്ച് സെൻസിറ്റീവ് ആവ്. അത് പറയട്ടെ, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എപ്പോഴും രാഷ്ട്രീയ വിവരം ബാധിക്കല്ലേ, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. പാവപ്പെട്ട പിള്ളേരെ മുഴുവൻ കൊലയാളികളാക്കി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തിനും ഒരു പരിധിയിലേക്ക്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അങ്ങേക്ക് മറുപടി പോരുത്. അങ്ങേക്ക് മറുപടി പറയുന്ന സമയത്ത് പറയൂ പ്ലീസ്. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേ, മാനേജ് ഇവനോടാ ഞാൻ കേട്ടെ, അങ്ങോട്ട് കേട്ടെ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വൈകാരികതയുണ്ടോ? തൂക്കിയല്ലോ നാദാ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ ആ കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? ആ വൈകാരികത വന്ന കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? നിങ്ങളുടെ CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.